എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 95, 96 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും യുദ്ധത്തെ പറ്റി തന്നെ പറയുകയാണ് ചെയ്യണത്. യുദ്ധത്തിൻ്റെ തീവ്രത, ഓരോ മൃഗങ്ങൾ അല്ലെങ്കിൽ ആന, കുതിരയൊക്കെ യുദ്ധത്തിൽ വന്നിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടി വർണ്ണിക്കുകയാണ്. നമുക്ക് ആദ്യം 95ാമത്തെ ശ്ലോകം നോക്കാം. പ്രഹർത്തുകാമാഃ പദയോർഗൃഹീത്വാ ക്ഷിപ്താഃ സുദൂരാന്നഭസി ദ്വിപേന്ദ്രൈഃ വീരാക്ഷണം നാഗവിലാസിനീനാം കണ്ഠഗ്രഹം ദുർലഭമന്വഭൂവൻ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. പ്രഹർത്തുകാമാഃ പദയോഃ ഗൃഹീത്വാ ക്ഷിപ്താഃ സുദൂരാത് നഭസി ദ്വിപേന്ദ്രൈഃ വീരാഃ ക്ഷണം നാഗവിലാസിനീനാം കണ്ഠഗ്രഹം ദുർലഭം അന്വഭൂവൻ. അതിഭീമമായിട്ടുള്ള ഭീകരമായിട്ടുള്ള യുദ്ധത്തിനെ അല്പമൊരു നർമ്മം ചാലിച്ചിട്ട് കവി പറയുകയാണ് ചെയ്യണത്. ദ്വിപേന്ദ്രൈഃ പ്രഹർത്തുകാമാഃ വീരാഃ. ദ്വിപേന്ദ്രന്മാരെന്ന് പറഞ്ഞാൽ ആനകളാണ്. ദ്വിപങ്ങൾ എന്ന് പറഞ്ഞാൽ 2 തവണ തുമ്പിക്കൈ കൊണ്ടും പിന്നെ ചുണ്ടുകൊണ്ടും വെള്ളം കുടിക്കുന്നത് കൊണ്ട്, വായ കൊണ്ടും വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് ആനകളെ ദ്വിപങ്ങൾ എന്ന് പറയണത്. അങ്ങനെയുള്ള ആ ആനകളാൽ, വെറും ആനകളല്ല, ദ്വിപശ്രേഷ്ഠന്മാരാൽ, ആന വലിയ വലിയ കൊമ്പനാനകളാൽ, പ്രഹർത്തുകാമാഃ അഭി ചവിട്ടി പൊടിപൊടിയാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായ, അതായത് ആനകൾക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരായിട്ടുള്ള രാജാക്കന്മാരെയൊക്കെ ചവിട്ടി കൊല്ലാറുണ്ട് ആന. അങ്ങനെ കൊല്ലാൻ പുറപ്പെട്ടവരായിട്ടുള്ള ശത്രുപക്ഷ രാജാക്കന്മാർ. പ്രഹർത്തുകാമാഃ വീരാഃ, അങ്ങനെയുള്ള വീരന്മാർ. സാധാരണ പ്രജകളോട് യുദ്ധം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ വീരത്വമൊക്കെ. ആനയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആന അവരെ മുഴുവനും തന്നെ ചവിട്ടി പൊടിയാക്കി കളയും. അപ്പോൾ ആനയുടെ ചവിട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് പറയാണ്. പ്രഹർത്തുകാമാഃ വീരാഃ, അങ്ങനെയുള്ള വീരന്മാർ ആനയുടെ ചവിട്ടേൽക്കാതിരിക്കാൻ അവരെന്ത് ചെയ്യും? പദയോഃ ഗൃഹീത്വാ, ആനയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് അവിടെ അങ്ങോട്ട് കിടക്കും. അപ്പോൾ പിന്നെ ചവിട്ടി അവരെ ഭസ്മാക്കാൻ പറ്റില്ലല്ലോ, പൊടിയാക്കാൻ പറ്റില്ലല്ലോ. കാലിൽ കെട്ടിപ്പിടിച്ച് അമർന്ന് അവിടെ കിടക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ പദയോഹോ എന്ന് പറഞ്ഞാൽ മതി. പദയോഹോ ഗൃഹീത്വാ, അപ്പോൾ ആന എന്താ ചെയ്യാന്നറിയോ? കൊടഞ്ഞങ്ങോട്ട് എറിയും. അതാണ് നഭസി സുദൂരാത് ക്ഷിപ്താഹ. കൈയൊക്കെ പൊക്കി ഒരു ഏറങ്ങോട്ട് കൊടുക്കും, അല്ലെങ്കിൽ തുമ്പിക്കൈയൊക്കെ. അപ്പോൾ അവിടെ കെട്ടിത്തൂങ്ങി കിടക്കുന്നവരായിട്ടുള്ള ഭടന്മാരൊക്കെ വളരെ ദൂരം പോയി വീഴുകയും ചെയ്യും. അതാണ് ഇവിടെ പറയണത്. നഭസി ആകാശമാർഗത്തിൽ കൂടെ, സുദൂരാത് വളരെ ദൂരത്തേക്ക്, വളരെ അകലേക്ക്, ക്ഷിപ്താഹ എറിഞ്ഞു കളഞ്ഞു. അതായത് ആനകൾ എന്താ ചെയ്യുന്നത്? ആനകൾ ഇവരെയൊക്കെ, ശത്രുപക്ഷക്കാരെ മുഴുവനും ചവിട്ടി കൊല്ലാൻ ഒരുമ്പെട്ടുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ആനയ്ക്ക് പറ്റാണ്ട് വരുമ്പോൾ, ആനയ്ക്ക് എല്ലാവരെയും ഒരുപോലെ തന്നെ ആക്രമിക്കാൻ പറ്റില്ലല്ലോ. ചില ആൾക്കാരൊക്കെ കാലുമൊക്കെ കെട്ടിപ്പിടിച്ച് കിടക്കും. അപ്പോൾ അവരെ ഒന്നും ചവിട്ടാൻ പറ്റില്ല. അപ്പോൾ ആന എന്ത് ചെയ്യും? നല്ല ശക്തിയോട് കൂടിയിട്ട് ദൂരത്തേക്ക് എറിഞ്ഞു കളയും. അതാണ് സുദൂരാത് ക്ഷിപ്താഹ. ശ്ലോകത്തിൽ സുദൂരാത് എന്നാണ്, സുദൂരാൻ നഭസി എന്നാണ്. എന്ന് ദീർഘം കൊടുത്തിട്ടില്ല, പക്ഷേ ദൂരം എന്നുള്ള വാക്ക് തന്നെയാണ് ഇവിടെ വരണത്. അതുകൊണ്ട് സുദൂരാത് എന്ന് തന്നെ നമ്മളെടുത്ത് പറയണം. സുദൂരാത് ക്ഷിപ്താഹ, അങ്ങനെ ദൂരേക്ക് വലിച്ചെറിയപ്പെടുന്നവരായിട്ടുള്ള ഭടന്മാർ ക്ഷണം, അല്പനേരത്തേക്ക് അവർക്ക് എന്താ ഒരു ഗുണം ഉണ്ടാവുന്നത്? നാഗവിലാസിനീനാം ദുർലഭം കണ്ഠഗ്രഹം അന്വഭൂവൻ. നാഗവിലാസിനിമാർ, നാഗം സ്വർഗത്തിലെ വിലാസിനിമാരെന്ന് പറഞ്ഞാൽ അപ്സരസുകൾ. ഉർവശി, മേനക, രംഭ, തിലോത്തമ തുടങ്ങിയിട്ടുള്ളവരായിട്ടുള്ള സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകൾ, അവരുടെ ദുർലഭം കണ്ഠഗ്രഹം, അവരുടെ കഴുത്തിൽ കെട്ടിപ്പുണരുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ഭടന്മാർക്ക്, പ്രജകൾക്കൊന്നും സാധിക്കാറില്ല. പക്ഷേ ഈ ശത്രുപക്ഷക്കാരായിട്ടുള്ള ആനകളുടെ ചവിട്ട് കൊള്ളാതെ അവരുടെ കാലുമ കെട്ടിപ്പുണർന്ന് കിടക്കുന്നവരായിട്ടുള്ള ഭടന്മാർ, അവരെ ആന നല്ല ശക്തിയായിട്ട് ദൂരത്തേക്ക് എറിഞ്ഞ് കുടഞ്ഞു കളയാണ് പതിവ്. അങ്ങനെ പോകുമ്പോൾ ആകാശത്തേക്ക്, സ്വർഗ്ഗലോകത്തേക്ക് വരെ പറന്നു പോയിട്ട് അവിടെ ചെന്നിട്ട് സുന്ദരിമാരായിട്ടുള്ള അപ്സര സ്ത്രീകളുടെ കഴുത്തിൽ കെട്ടിപ്പുണരുന്നു. അത് എങ്ങനെയുള്ളതാണ്? ദുർലഭം, കിട്ടാൻ വളരെ പാടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഈ സുന്ദരിമാരായിട്ടുള്ള അപ്സര സ്ത്രീകളെ കെട്ടിപ്പുണരുക എന്നൊക്കെ ഉള്ളത് എപ്പോഴും നടക്കുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് കവി പറയാണ്, വളരെ എളുപ്പമൊന്നും കിട്ടാത്തതാണ്, ദുർലഭമായിട്ടുള്ള
ഈ അപ്സര സ്ത്രീകളുടെ കണ്ഠഗ്രഹണം അവർക്ക് സാധ്യമായി തീരുന്നു. ഈ ആനകൾ കാലിൽ കെട്ടിപ്പുണർന്ന് കിടക്കുന്നവരായിട്ടുള്ള ഭടന്മാരെ കുടഞ്ഞു കളഞ്ഞ് എറിയുമ്പോൾ അവർ നേരെ സ്വർഗത്തിലെത്തുന്നു. അവിടെ ചെന്ന് സുന്ദരിമാരെ കെട്ടിപ്പുണർന്ന് ആ സുഖം അനുഭവിക്കുന്നു എന്ന് പറയാനാണ് കവി ഉദ്ദേശിക്കുന്നത്. അതാണ് കണ്ഠഗ്രഹം അന്വഭൂവൻ. സുന്ദരിമാരായിട്ടുള്ള അപ്സരസ്സുകളുടെ കണ്ഠഗ്രഹണത്തെ അനുഭവിച്ചു. അപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അനുഭവിക്കാൻ പോയത് ജീവൻ മരണ പോരാട്ടമായിരുന്നു എങ്കിലും അതിനുശേഷം ആനയുടെ ഈ പ്രവൃത്തി കൊണ്ടവർ സ്വർഗലോകം വരെ എത്തി ദേവസുന്ദരിമാരെ ചുംബിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെയാണ് പുറപ്പെട്ടത് എന്നാണ് കവി പറയണത്. ആനകളുടെ ശക്തിയും ബലവും കുടഞ്ഞു കളയുന്നതിൻ്റെ ശക്തിയൊക്കെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ തീവ്രതയും മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് 96-ാമത്തെ ശ്ലോകം നോക്കാം. കൃത്വാ സജീവ പ്രതിപക്ഷഭീതിം വീരോജനഃ പ്രാപ്തകബന്ധഭാവ പരിഭ്രമന്നുദ്ധൃതമണ്ഡലാഗ്ര ബലദ്വയസ്യാപി ചകാരഭീതിം. ആദ്യം പദച്ഛേദം പറയാം. കൃത്വാ സജീവ പ്രതിപക്ഷഭീതിം വീര ജന പ്രാപ്തകബന്ധഭാവ പരിഭ്രമൻ ഉദ്ധൃതമണ്ഡലാഗ്ര ബലദ്വയസ്യ അപി ചകാര ഭീതിം. യുദ്ധം ചെയ്യണതിൻ്റെ ഇടയ്ക്ക് വളരെ ശക്തിയോട് കൂടിയിട്ട് വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പദാതികളെ, അതായത് നിലത്തു കൂടെ നടന്ന് ഭൂമിയിൽ കൂടെ നടന്ന് യുദ്ധം ചെയ്യുന്നവരായിട്ടുള്ള കാലാൾ സൈന്യങ്ങളെ ചിലപ്പോൾ വധിക്കേണ്ടതായിട്ടൊക്കെ വരും. ഈ ശത്രുപക്ഷക്കാരവരെ വധിക്കുമ്പോൾ എന്താണ്ടാവണമെന്നാണ് പറയണത്. സജീവ ജീവനോട് കൂടിയിരിക്കുന്നവരും പക്ഷേ പ്രാപ്ത കബന്ധഭാവ പെട്ടെന്ന് ഒരൊറ്റ വാള് വീശലിൽ തല അങ്ങോട്ട് ഉരിഞ്ഞു പോവും. അപ്പോൾ പിന്നെ എന്താ ബാക്കിയുള്ളത്? തല ദൂരെ പോയി കിടക്കും, ശരീരം അവിടെ നിൽക്കും ചെയ്യും. ആ ശരീരത്തിനെ പറയണ പേരാണ്, തലയില്ലാത്ത ശരീരത്തിനെ പറയണ പേരാണ് കബന്ധം എന്ന്. കബന്ധൻ എന്ന് പേരുള്ളൊരു അസുരൻ രാമായണത്തിലൊക്കെ ഉണ്ട്. അയാൾക്ക് തലയില്ല പോലും. ജീവികളെയും മൃഗങ്ങളെയും അല്ലെങ്കിൽ പക്ഷി മൃഗാദികളെയൊക്കെ തന്നെ നേരെ വയറ്റിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്തിരുന്നതെന്നാണ് രാമായണത്തിൽ പറയണത്. അപ്പോൾ തലയില്ലാത്തത് കൊണ്ട് അവരെ കബന്ധങ്ങളെന്നോ കബന്ധന്മാരെന്നൊക്കെയാണ് പറയുക. ഇവിടെ തൊട്ട് മുമ്പത്തെ നിമിഷം വരെ ജീവനുണ്ടായിരുന്നു. പെട്ടെന്ന് വാള് വീശിയപ്പോൾ, അസ്ത്രം പ്രയോഗിച്ചപ്പോൾ തല അറ്റുപോയതാണ്. അപ്പം ജീവൻ മുഴുവനായിട്ടും പോയിട്ടില്ല. അതുകൊണ്ട് അവരൊക്കെ എന്താ ചെയ്തത്? അവർ കബന്ധങ്ങളായിട്ട് അവശേഷിച്ചു. പ്രാപ്ത കബന്ധഭാവ. ശത്രു സൈന്യങ്ങൾ പരസ്പരമുള്ള ഏറ്റുമുട്ടലിൽ അവരുടെ മൂർച്ചയുള്ള ആയുധങ്ങളുടെ പ്രയോഗം കാരണം പെട്ടെന്ന് ചില കാലാൾ പടകൾ കബന്ധങ്ങളായിത്തീരുന്നു. അതാണ് സജീവ. മുഴുവനും മരിച്ചിട്ടില്ല, തല എടുത്തു എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വീഴുമൊന്നുമില്ല. മരണം വെപ്രാളടിച്ചുകൊണ്ട് കബന്ധങ്ങളായി അവശേഷിച്ചുകൊണ്ട് വീരോജന വീരന്മാരായിട്ടുള്ള ചില ഭടന്മാർ പ്രതിപക്ഷഭീതിം കൃത്വ. അത് കാണുമ്പോൾ സകലർക്കും പേടിയാവുക, പറയുമ്പോൾ തന്നെ പേടിയാവുക. തലയില്ലാത്തൊരു ശരീരം ജീവനോടെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും പേടിയാവും. അതന്നെയാണ് ഇവിടെ പറയണത് കവി. പ്രതിപക്ഷഭീതിം കൃത്വ. ആരുടെ പക്ഷത്താണോ ഈ രൂപം ഉണ്ടാവുന്നത് അത് കാണുന്ന മറുപക്ഷക്കാർക്ക് അല്ലെങ്കിൽ സ്വന്തം പക്ഷക്കാർക്കും ഒക്കെ തന്നെ വല്ലാത്ത ഭീതി ഉണ്ടാക്കിയിട്ട് ഉദ്ധൃത മണ്ഡലാഗ്ര പരിഭ്രമൻ. ഈ സൈന്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ മുഖഭാഗത്ത് തന്നെ സഞ്ചരിച്ചുകൊണ്ട്, അതാണ് ഉദ്ധൃത മണ്ഡല അഗ്ര, മണ്ഡലങ്ങളുടെ അഗ്രത്തിൽ ചെന്ന് നിന്നുകൊണ്ട്, സൈന്യത്തിൻ്റെ മുമ്പേ തന്നെ ചെന്ന് നിന്നുകൊണ്ട് പരിഭ്രമൻ മരിക്കുകയായി. അതിൻ്റെ അവസാനത്തെ ചില തീ കത്തലുകളാണ്, നാളം ഉയർന്ന് കത്തലാണ്, അതോടുകൂടി അങ്ങോട്ട് വീഴാണ് ഉണ്ടാവാൻ പോണത്. എന്നിട്ടും അതിന് തൊട്ടു മുമ്പേ ഉള്ളതായ ആ രൂപം കാണിച്ചുകൊണ്ട്, കാണിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, അയാൾ മരിക്കണേ ഉള്ളൂ, കഷ്ടമാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ആ രൂപം കണ്ടുകൊണ്ട് സൈന്യത്തിൻ്റെ മുമ്പിൽ നടന്നുകൊണ്ട് ബലദ്വയസ്യാപി, സ്വന്തം സൈന്യത്തിനും മറുപക്ഷത്തിനും ഭീതിം ചകാര, വല്ലാത്ത ഭീതിയെ ഉണ്ടാക്കി. ഏറ്റവും പേടിപ്പിക്കുന്നൊരു ശ്ലോകം. ഭയം ആണ് അവിടെ പ്രധാന രസം. അറപ്പുണ്ടാവുന്നുണ്ട്, ജുഗുപ്സ അല്ലെങ്കിൽ ബീഭത്സരസം ഒക്കെയാണ് ഇവിടെ കവി വർണ്ണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു പക്ഷത്തിലാണെങ്കിലും മറുപക്ഷത്തിൻ്റെ ആക്രമണം കൊണ്ട് തലയേറ്റു പോകുന്ന എന്നാൽ ജീവനുള്ളതായിട്ടുള്ള ശരീരങ്ങളുടെ ഒരു കുറച്ച് നേരത്തേക്കുള്ള ഒരു ജീവനോടുകൂടിയുള്ള അവശേഷിക്കൽ, അതിനെ പറ്റിയിട്ടാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. എല്ലാവർക്കും അത് കണ്ടിട്ട് പേടിയായി. ഏത് സൈന്യം എന്നില്ല, ശത്രു സൈന്യമായാലും സ്വന്തം സൈന്യമായാലും കബന്ധങ്ങളെ കണ്ട് പേടിച്ചു. അത്ര ഭീകരമായിരുന്നു ആ യുദ്ധം എന്ന് പറയാനാണ് കവി പുറപ്പെടുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പ്രഹർത്തുകാമാഃ പദയോർഗൃഹീത്വാ ക്ഷിപ്താസ്സു ദൂരാൻ നഭസി ദ്വിപേന്ദ്രൈഃ
വീരാക്ഷണം നാഗവിലാസിനീനാം കണ്ഠഗ്രഹം ദുർലഭമന്വഭൂവൻ കൃത്വാ സജീവഃ പ്രതിപക്ഷഭീതിം വീരോജന പ്രാപ്തകബന്ധഭാവ പരിഭ്രമന്നുദ്ധൃതമണ്ഡലാഗ്ര ബലദ്വയസ്യാപി ചകാരഭീതിം. അങ്ങനെ യുദ്ധം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ജനങ്ങൾക്കും ഓരോരോ സന്ദർഭങ്ങളിൽ ഒരു തിരിച്ചറിവ്, പകപോക്കണ്ട എന്നുള്ള തോന്നൽ, പേടി ഒക്കെ വരുന്നുണ്ട്. ഇനിയും അടുത്ത ശ്ലോകങ്ങളിൽ നമുക്കിതൊക്കെ കാണാം. വളരെ ഭീതിദായകമായിട്ടുള്ള വീരരസപ്രധാനമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.